ഇന്ന് നമുക്കൊരു വെറൈറ്റി നെയ്പത്തിരി ഉണ്ടാക്കിയാലോ. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നത്. 1/4 കപ്പ് അളവിൽ മൈദയും 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങയും 5-6 ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാനായി 1 കപ്പ് പുട്ടുപൊടിക്ക് 2/4 അളവിൽ വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും 1 ടീസ്പൂൺ നെയ്യും ചേർത്തെടുത്തിട്ട് വെള്ളം നന്നായി തിളക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചൂടോടെ കുഴച്ചെടുത്തിട്ട് ഇതേപോലെ ഉരുളകളാക്കി വെക്കാം. ഇനി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടായി കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഓരോ ഉരുളകളും ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ അധികം കട്ടിയില്ലാതെ പരത്തിയെടുക്കുക. അങ്ങനെ മുഴുവനായിട്ടും പരത്തിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഇതേപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി സിമ്പിൾ ടേസ്റ്റി നെയ്പത്തിരി റെഡി.